നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 24, 2025 തിങ്കൾ. അങ്ങനെ നമ്മൾ ഈ മാസത്തെ അവസാനത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായ പ്രോഫിറ്റ് ബുക്കിങ്ങിനെ തുടർന്നും ആഗോള മാർക്കറ്റിൽ ഉടലെടുത്ത ശക്തമായ ഭീതിയുടെ ഫലമായിട്ടും വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. എങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനിലെ ബൈയിങ്ങിന് ശേഷം 1766.05 കോടി രൂപയ്ക്ക് സെല്ലിംഗ് ആണ് വെള്ളിയാഴ്ച ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നടത്തുകയുണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3161.61 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് 26,000 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ 26,100 എന്ന ലെവൽ അതിശക്തമായി മറികടക്കേണ്ടതുണ്ട്. ഈ ലെവലും അതിശക്തമായി മറികടന്നുകൊണ്ട് 26,100 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നിലവിലെ റെക്കോർഡ് ഹൈയിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. അതേസമയം ഇന്ന് നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 26,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ടും തുടർന്ന് അടുത്ത സപ്പോർട്ടായിട്ട് 25,900 എന്ന ലെവൽ മാറിയേക്കാം. എന്നാൽ അതേസമയം 25,800 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലുമാണ്. ഈ ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനിൽ വ്യാഴാഴ്ചത്തെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് ശേഷം 26,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയുണ്ടായില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട ഇവന്റുകൾ ഒന്നും തന്നെ ഇല്ല. അതേസമയം ആകെ ഒരു ഗ്ലോബൽ ഇവന്റ് മാത്രമേ പ്രധാനമായും ഇന്ന് നിലകൊള്ളുന്നുള്ളൂ. അത് ഇന്ന് ഉച്ചയ്ക്ക് 2:30 ജർമ്മനിയിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്ന നവംബർ മാസത്തെ ഇൻഫോ ബിസിനസ് ക്ലൈമറ്റ് ഡാറ്റയുടെ റിലീസാണ്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്കിന് 1.5%-ലേറെയും HDFC ICIC ബാങ്ക് ADRകൾക്ക് 0.5%-ലേറെയും നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായത്. അതേസമയം ഡോക്ടർ റെഡ്ഡീസ് വിപ്രോ ADRകൾക്ക് 1% താഴെയായിട്ടും ഇൻഫോസിസ് ADRന് 3.33% നേട്ടത്തോടു കൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഫെഡറൽ റിസർവ് ബാങ്ക് ഓഫ് ന്യൂയോർക്കിന്റെ പ്രസിഡന്റായ ജോൺ വില്യംസിന്റെ ഭാഗത്ത് നിന്ന് വന്ന സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഡിസംബറിലെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന് സൂചനകൾ നൽകിയതിനെ തുടർന്ന് US മാർക്കറ്റുകൾക്ക് റാലി നടത്തുവാൻ സാധിക്കുകയുണ്ടായി. തൽഫലമായി അതിശക്തമായ റാലി നടത്തുവാനായി മാത്രവുമല്ല ഡോ ജോൺസ് ഫ്യൂച്ചറിനും 500-ലേറെ പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെ വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്ന് രാവിലെ വീണ്ടും 116 പോയിന്റുകളുടെ നേട്ടത്തിലാണ് ഡോ ജോൺസ് ഫ്യൂച്ചർ വ്യാപാരം ആരംഭിച്ചിട്ടുള്ളതും. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ഫ്രാൻസ് മാർക്കറ്റുകൾക്ക് നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് 1%-നടുത്ത് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ശനിയാഴ്ച വെളുപ്പിനെ വ്യാപാരം അവസാനിപ്പിച്ച ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം പോസിറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇത് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. കമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഗണ്യമായ ഇടിവ് സംഭവിക്കുകയുണ്ടായി. തുടർന്ന് ബ്രെന്റ് ക്രൂഡിന്റെ വില $62.29 പെർ ബാരൽ എന്ന നിലയിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $57.79 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് നിലവിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വിലയിലും ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. നിലവിൽ $463.58 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.97 എന്ന നിലയിലും മാക്സ്പെയിൻ 26,050 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഹയർ ലെവൽസിലുള്ള സെല്ലിംഗ് പ്രഷറിനെ സൂചിപ്പിച്ചുകൊണ്ട് അപ്പർ ഷാഡോയോട് കൂടിയിട്ടുള്ള ബെയറിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. എങ്കിലും നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നെങ്കിൽ കൂടിയിട്ടും RSIക്കും 62 എന്ന ലെവലിൽ നിലനിൽക്കുവാനുമായി മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം കോൾ സൈഡിൽ 26,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 26,100 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് നിലവിൽ കാണുക. അതേസമയം 26,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR വെള്ളിയാഴ്ച ഉണ്ടായ ഇടിവിനെ തുടർന്ന് 0.87 എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നു. മാക്സ്പെയിൻ 58,800 എന്ന ലെവലിലേക്കും
ബാങ്ക് നിഫ്റ്റിയിലും വെള്ളിയാഴ്ച ഉണ്ടായ ഇടിവിനെ തുടർന്ന് ബെയറിഷ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. എങ്കിലും ബാങ്ക് നിഫ്റ്റിക്കും എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനായെങ്കിലും RSI ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. നിലവിൽ 63.68 എന്ന നിലയിലായിട്ടാണ് RSI നിലകൊള്ളുന്നത്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 60,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. അതേസമയം 57,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 58,400 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ നമുക്ക് പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. റെയിൽ വികാസ് നിഗം 180.8 കോടി രൂപയുടെ പുതിയ ഓർഡർ നോർത്തേൺ ഈസ്റ്റേൺ റെയിൽവേയുടെ ഭാഗത്ത് നിന്നും കമ്പനിക്ക് ലഭിച്ചു. ടാറ്റ പവർ കമ്പനി ഭൂട്ടാനിൽ 1125 മെഗാവാട്ട് ഡാർജിലിംഗ് ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കുന്നതിനായി ഡ്രൂക്ക് ഗ്രീൻ പവർ കോർപ്പറേഷനുമായി കമ്പനി വാണിജ്യ കരാറുകളിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. HG ഇൻഫ്ര എഞ്ചിനീയറിംഗ് കമ്പനിക്ക് 40%യും കൽപാത്രോ പ്രൊജക്ട്സ് ഇന്റർനാഷണലിന് 60% എന്ന രീതിയിൽ ജോയിന്റ് വെഞ്ചറിൽ ഏർപ്പെട്ടുകൊണ്ട് മഹാരാഷ്ട്ര മെട്രോ റെയിൽ കോർപ്പറേഷന്റെ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1415 കോടി രൂപയുടെ പുതിയ ഓർഡർ ലഭിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. നാറ്റ്കോ ഫാർമ നവംബർ 17 മുതൽ 21 വരെ US ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ കമ്പനിയുടെ ചെന്നൈയിലെ മണാലിയിലുള്ള API നിർമ്മാണ പ്ലാന്റിൽ നടത്തിയ ഇൻസ്പെക്ഷനിൽ 7 നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. ഹഡ്കോ ADFC ഫൗണ്ടേഷനുമായി കമ്പനി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. സമവർദ്ധന മോട്ടോഴ്സ് ഇന്റർനാഷണൽ കമ്പനിയുടെ പൂർണ്ണമായും ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിന് 56,319 യൂറോ ഏകദേശം 57.7 ലക്ഷം ഇന്ത്യൻ രൂപയുടെ പിഴ ലഭിക്കുകയുണ്ടായി. ലെമൺ ട്രീ ഹോട്ടൽസ് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ കീസ് സെലക്ട് ബൈ ലെമൺ ട്രീസ് ഹോട്ടൽസ് എന്ന പേരിൽ ഒരു പുതിയ പ്രോപ്പർട്ടിയുമായി കമ്പനി ഒപ്പുവയ്ക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.